ഹലോ ഗെയ്സ്, അപ്പോൾ ഇന്ന് ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഡിന്നർ കഴിക്കാൻ ഇന്ന് നമ്മുടെ കൂടെ ഉമ്മച്ചിയും വാപ്പായും വന്നിട്ടുണ്ട്. അവർ വളരെ കുറവേ നമ്മുടെ കൂടെ അങ്ങനെ ഫുഡ് കഴിക്കാനൊക്കെ വരാറുള്ളൂ. കാരണം സുഖമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ കഴിവതും വീട്ടിലെ ഫുഡ് തന്നെയാണ് കഴിക്കാറുള്ളത്. ഇന്നിപ്പോൾ അയാൻ നിർബന്ധിച്ചുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ ഇന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അവരെയും കൊണ്ട് പോകുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതലും കയറാറുള്ള റെസ്റ്റോറൻ്റാണ് ഹോട്ടൽ ബ്രദേഴ്സ് എന്ന് പറയുന്നത്. ആലപ്പുഴയിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റാണ് കേട്ടോ ഇത്. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് ഇവിടുത്തെ. മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ മിക്ക ആൾക്കാരും ഇവിടെ വന്ന് ഫുഡ് കഴിച്ച് അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ അവിടെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് അതെല്ലാം കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഫാമിലി റൂമിലായിരുന്നു കയറിയത്. നമ്മൾ അവിടെ ഇരിക്കുവാണ് വെയിറ്റ് ചെയ്ത്. അപ്പോൾ പുറത്താണെങ്കിലും സെപ്പറേറ്റ് 2 പേരൊക്കെ ഉള്ളെങ്കിൽ അങ്ങനെ ഇരിക്കാനൊക്കെ ഉള്ള സ്പേസ് വേറെയും ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്തത് ഫ്രൈഡ് റൈസ്, പിന്നെ പൊറോട്ട, ഇടിയപ്പം, അപ്പമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അയാൻ ഇവിടെ വന്നാൽ ഫ്രൈഡ് റൈസ് കഴിക്കാതെ പറ്റത്തില്ല. ഞാനാണ് മിക്കവാറും ഇടിയപ്പമാണ് വാങ്ങിക്കാറുള്ളത് കേട്ടോ. പുട്ടൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുട്ടൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ മെയിനായിട്ട് ഇവിടെ വന്ന് വാങ്ങിക്കുന്നതാണ് ഫിഷ് കറി. അടിപൊളി ടേസ്റ്റാണ്, നല്ല അടിപൊളി ഫിഷ് കറി. പിന്നെ ബീഫ് റോസ്റ്റ് ഒന്നും പറയണ്ട, ഒരു രക്ഷയില്ല. അങ്ങനെ എന്തായാലും അയാൻ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്ത് പനീറിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ പനീർ വന്നു, അടിപൊളി പനീർ കറിയാണ് കേട്ടോ ഇവിടുത്തെ. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ എല്ലാ ഫുഡും അടിപൊളി ടേസ്റ്റാണ്. ഈവൻ ചായ വരെയും പൊളി ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ എല്ലാവരുടെയും വീഡിയോ എടുത്തു കഴിഞ്ഞ് ഞാനും കഴിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ ഇടിയപ്പവും മീൻകറിയും ബീഫ് റോസ്റ്റും എടുത്തു. പൊളിയായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്. അയിമ പിന്നെ ഇങ്ങനെ കിള്ളിപ്പിറക്കി വെജിറ്റബിൾസൊക്കെ മാറ്റിയൊക്കെ കഴിക്കുകയുള്ളൂ. അങ്ങനെ ലാസ്റ്റ് ഒരു ലൈം സോഡയും കൂടെ അടിച്ചപ്പോൾ അടിപൊളി ടേസ്റ്റ്, ഒരു രക്ഷയില്ല. അങ്ങനെ ഇതൊക്കെയാണ് ഫോട്ടോസ് വരുന്നത് കേട്ടോ. ഒരുപാട് നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം ആൾക്കാരൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുമല്ലേ. അങ്ങനെ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഞങ്ങളിത് ഇറങ്ങി. അപ്പോൾ എനിക്കൊരാഗ്രഹം, എന്തായാലും പുറത്ത് നിന്നൊരു ഫോട്ടോ എടുക്കണം എന്ന്. അങ്ങനെ ഞങ്ങളവിടെ ഇരുട്ടത്ത് നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരുന്ന ടൈമിൽ അവിടുത്തെ ഓണർ നമുക്ക് ലൈറ്റൊക്കെ ഇട്ട് തന്നു കേട്ടോ, ഫോട്ടോ എടുത്തോന്നും പറഞ്ഞ്. അങ്ങനെ എന്തായാലും നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, സീ യു.